വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. വിടാമുയർച്ചി സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ യൂട്യൂബ് ഹോം സ്ക്രീനിൽ കാണാനാകും. അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനുമാകും. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ സിനിമയ്ക്ക് മറ്റുള്ളവർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, റിവ്യൂ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്താണോ ഈ സിനിമയിൽ തോന്നിയിട്ടുള്ളത് അതേ ഞാൻ പറയുള്ളൂ എന്ന് ഈ ചാനലിൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇതിൻ്റെ ടീസറൊക്കെ ഞാൻ കണ്ടിരുന്നപ്പോൾ ഈ സിനിമ അത്രയ്ക്ക് പോരാ എന്ന ലെവലിൽ തന്നെയാണ് ഞാൻ ടിക്കറ്റ് എടുത്ത് പോയത് കേട്ടോ. പോയിരുന്നു, അങ്ങനെ സിനിമ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ തൃഷ അതേപോലെ അജിത്ത് ഇവരുടെ പ്രണയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രണയത്തിലുള്ള സംസാരം, അവരുടെ പ്രവൃത്തികൾ അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പ്രണയത്തിന് ശേഷം അപ്പോൾ ഇവരുടെ പ്രണയത്തിൻ്റെ സമയമൊക്കെ കൃത്യമായിട്ട് അവിടെ 12 years ago 9 years ago എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു. പക്ഷേ പ്രണയത്തിന് ശേഷം ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങനെ യോജിക്കാൻ പറ്റിയില്ല. കാരണം അത് ഒരു ശരിയല്ലാത്ത രീതിയിലാണ് പോയത്. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം. ഈ സിനിമയിൽ മകൾ തിരുമേനിയാണ് ഈ സിനിമയുടെ ഡയറക്ടർ ആൻഡ് റൈറ്റർ. അദ്ദേഹം എങ്ങനെ ചെയ്തു ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ സിനിമയിൽ അവിടുന്ന് അങ്ങോട്ട് ഇൻ്റർവെല്ല് വരെ ഞാൻ എത്തിയപ്പോൾ തിയേറ്ററിൽ നിന്ന് പുറത്ത് പോയപ്പോൾ എൻ്റെ ചിന്ത ഇതായിരുന്നു: നല്ല ത്രില്ലിങ് എന്ന് പറഞ്ഞാലും പോരാ, അമ്മാതിരി ത്രില്ലിങ് ആയിരുന്നു ഇൻ്റർവെല്ല് വരെ. നല്ല ത്രില്ലിങ് തന്നെയാണ് കേട്ടോ. അതിന് പറ്റിയ രീതിയിലുള്ള അനിരുദ്ധിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കനത്ത മ്യൂസിക് തന്നെയാണ്. മ്യൂസിക്കിനൊന്നും ഒരു കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഹീറോ ഉണ്ട്, വില്ലന്മാരാരാ, എന്താ സംഭവിക്കുന്നത്, ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിൽ ഇൻ്റർവെല്ല് വരെ പോയി നിന്നു. അപ്പോൾ ഇടവേള എന്ന് എഴുതി കാണിക്കുമല്ലോ, അതിന് തൊട്ട് മുമ്പ് അതിലെ വില്ലന്മാർ കാര്യങ്ങളൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ കാര്യത്തിൽ നിന്നാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സിനിമ പോകുന്നതെങ്കിൽ ഈ സിനിമ 5 പൈസയ്ക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതിക്കൊണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് തിയേറ്ററിൽ കയറി നോക്കുമ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇനി അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ ഇൻ്റർവെല്ല് വരെ നല്ല ത്രില്ലിങ്ങിലും നമ്മളെ അങ്ങനെ ആകാംക്ഷ പറഞ്ഞാലും പോരാ, അമ്മാരി ആകാംക്ഷയിൽ കൊണ്ടുകൊണ്ട്, കാരണം എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെയാണ് എല്ലാവരുടെ പെർഫോമൻസും. അപ്പോൾ അങ്ങനെ പോയിട്ട് അതുവരെ എത്തിയെങ്കിലും അതുവരെയും അജിത്തിൻ്റെ ആ സ്റ്റാർഡം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർ എന്നുള്ള നിലയിൽ ഒന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം ഒന്നും ചെയ്യാത്ത പോലെയാണ് പോകുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതേ എന്താ ഇനിയും ഒന്നും ചെയ്യാത്തെന്ന് എല്ലാവർക്കും തോന്നും, എനിക്കും തോന്നി. അപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം സിനിമയുടെ ഒരു 65% കഴിഞ്ഞു. അപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം ഇവർ പറഞ്ഞ മാറ്ററിൽ നിന്ന് മാറിയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം വില്ലന്മാർ ഒരുപാട് സ്കെച്ചാണ് ഇതിലിടുന്നത്. സ്കെച്ച് പറഞ്ഞാലും പോരാ, അമ്മാതിരി സ്കെച്ചാണ് വില്ലന്മാരിടുന്നത്. പിന്നെ അതേപോലെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വാസ്തവ വിരുദ്ധമല്ലാത്ത രീതിയിലൊക്കെ അവർ പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ പോവുകയാണ്. അതൊക്കെ തന്നെ തിരക്കഥയിലും കഥയിലും നല്ല രീതിയിൽ ഈ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതിലെ മകൾ തിരുമേനി ഡയറക്ടർ ആൻഡ് റൈറ്റർ നല്ല രീതിയിൽ കഥയും സ്ക്രീൻ പ്ലേയും ചെയ്ത് മികച്ച ഡയറക്ഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, മികച്ച ഡയറക്ഷനാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ 65% ശേഷം അജിത്ത് അങ്ങോട്ടൊരു റൈസ് ആവുന്നുണ്ട്. പിന്നെ അത് മതി, അവിടുന്ന് അങ്ങോട്ടുള്ള റൈസാകൽ നിൽക്കാത്ത റൈസിങ്ങാണ്. ആ റൈസിങ് മതി നമുക്ക്. അതിന് മുമ്പ് വരെ അദ്ദേഹം അങ്ങനെ ഇങ്ങനെ ഒരു ശാന്ത ലെവലിൽ പോയല്ലോ എന്ന ചിന്തയെ മാറ്റാൻ അതിനനുസരിച്ച രീതിയിലുള്ള അനിരുദ്ധിൻ്റെ മ്യൂസിക്, എമ്മാതിരി മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത് അറിയോ. അവസാനത്തെ ഒരു ആക്ഷൻ സീനിലൊക്കെ ഉള്ള മ്യൂസിക് ഒന്നും പറയാനില്ല. ഈ അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ് സിനിമയ്ക്ക് ആ ഒരു ത്രില്ലിങ്ങേ പോകുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃഷയും അജിത്തിനോട് പറയുന്ന ആ ചില കാര്യങ്ങൾ, ഫസ്റ്റ് പറയുന്ന അവരുടെ ഒരു സംസാരമൊക്കെ തീരുമാനമൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും സിനിമ ഗംഭീരമായിട്ട് തന്നെയാണ് ആ 65% മേലെ ആക്ഷൻ്റെ കാര്യത്തിൽ പോകുന്നത്. നല്ല ആക്ഷനാണ്,
പൊടിച്ച ആക്ഷനാണ്, അത് നന്നായിട്ടുണ്ട്. പക്ഷെ അതുവരെ ഇദ്ദേഹം ഒന്നും ചെയ്യാത്തതിൻ്റെ ഒരു മുഷിപ്പ് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സിനിമയിൽ ഉള്ള ആ വില്ലന്മാരുടെ സ്ട്രോങ്, അതേപോലെ ഈ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വിജനമായൊരു പ്രദേശം, അതിൽ വിജനമായ റോഡ്, ഇപ്പം നമ്മൾ ആടുജീവിതം കണ്ടില്ലേ, ആ പോലത്തെ ഒരു സ്ഥലമാണ് വേണ്ടത്. അത് തന്നെ ഇവർ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് വിദേശത്ത് വെച്ച് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അവിടെ വെച്ച്, കാരണം ഈ കഥ അങ്ങനെ എടുത്താലേ സുഖം ഉണ്ടാവുമല്ലോ, ട്രാവലിങ്ങിലാണ്. അപ്പം ഞാൻ ട്രാവലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാം. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറിന് നല്ല പണി വന്നിട്ടുണ്ട്. ഓം പ്രകാശാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നല്ല പണി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ട്രാവലിങ്ങിൽ ഇത് കുറേ എടുക്കാനുണ്ട്, അതൊക്കെ കിഡിലനായിട്ട് എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഓക്കെയാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ശ്രീകാന്താണ്. നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത രംഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഒരു ഇതിൻ്റെ തിരക്കഥ, അതിൻ്റെ ആ ത്രില്ലിംഗ് ആയിട്ടുള്ള കഥ, അതിനനുസരിച്ച രീതിയിൽ കിട്ടിയിരിക്കുന്ന ഫൂട്ടേജിനെ കോർത്തിണക്കി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് ഈ സിനിമയുടെ ആ ത്രില്ലിങ്ങിനും ആ ഒരു കഥയ്ക്കും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അവസാനമൊക്കെ ആകുമ്പോൾ ഒരു വലിയൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഭീകരമായ രീതിയിലുള്ള ആക്ഷൻ കാര്യങ്ങൾ, അത് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ വില്ലന്മാർ കുറേ ഉണ്ട്. അപ്പോൾ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൽ വന്ന പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 2 പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഭാഷ, ഇത് ഇംഗ്ലീഷും അല്ല, വേറൊരു ഭാഷയാണ് സംസാരിക്കുന്നത്. അത് സംസാരിക്കുമ്പോൾ താഴെ തമിഴിലാണ് എഴുതി വരുന്നത്. അപ്പോൾ കുറച്ച് 1-2 കാര്യങ്ങളൊക്കെയാണ് ഇവർ സംസാരിക്കുന്നതെങ്കിൽ തമിഴിൽ എഴുതി വന്നാൽ പോട്ടെ എന്ന് വെക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇവർ വേറെ ഭാഷയിൽ സംസാരിക്കും. കാരണം വിദേശത്താണ് ഈ സിനിമ, അപ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംസാര കാര്യങ്ങളാണ്. അപ്പോൾ അത് തമിഴിൽ എഴുതി വന്നാൽ എല്ലാവർക്കും എങ്ങനെ മനസ്സിലാവും? അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? ഈ സിനിമയ്ക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇതാണ്. ഇതിൽ വോയിസ് ഓവർ കൊടുക്കണമായിരുന്നു. കാരണം തമിഴിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഈ ഭാഷയാണെങ്കിലും തമിഴിൽ സൗണ്ട് വരണമായിരുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, എനിക്ക് തമിഴ് അറിയാം. അപ്പം ഞാൻ തമിഴ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള ആൾ ഇത് എന്താ ഒന്നും മനസ്സിലാവുള്ള പറയുക. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, ഇതാണ് ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്നെപ്പോലെ എല്ലാവർക്കും തമിഴ് അറിയോ? അപ്പോൾ അതുകൊണ്ട് അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു, ഒരു നല്ല മിസ്റ്റേക്കാണ്. കാരണം ആ കാര്യങ്ങളും കൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. അത് വേറെ കാര്യം. ഇംഗ്ലീഷേ അറിയാത്തവന് ഇംഗ്ലീഷ് സിനിമ മനസ്സിലാവുമല്ലോ എന്താണ് സംഭവിക്കുന്നത്. അതേപോലെ ഇതും മനസ്സിലാക്കാമെങ്കിൽ ഇതിൽ കുറേ നേരം പറയുന്നുണ്ട്. അതുകൂടി ഇവർ വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ആ ത്രില്ലിങ്ങിന് ഒന്നുകൂടി സൂട്ടാകുമായിരുന്നു. അതൊരു മിസ്റ്റേക്ക്. പിന്നെ മറ്റൊരു മിസ്റ്റേക്ക്, തൃഷ പറയുന്ന ആ കാര്യം, ഇവർ തമ്മിലുള്ള ഒരു വിഷയത്തിൽ തൃഷയുടെ ഒരു തീരുമാന കാര്യങ്ങൾ, അതെന്തിനാണ് അവരങ്ങനെ തീരുമാനിച്ചത് എന്ന് ഒരു വ്യക്തമായ ഒരു ഉത്തരം സിനിമയുടെ അവസാനവും കൊടുക്കുന്നില്ല. അതൊരു കുറവ് തന്നെയാണ്. പലർക്കും അത് മനസ്സിലായി. എനിക്ക് ഈ തൃഷയുടെ കാര്യത്തിൽ പറയുമ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ ഇതിൽ ഇൻ്റർവെല്ലിൻ്റെ അവിടെ പറയുന്ന കാര്യമൊന്നും അല്ല പിന്നെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സിനിമയിലും ഒരു 65% അടുത്ത് എത്തിയപ്പോൾ ഇതിലെ ശരിക്കും പറഞ്ഞാൽ തൃഷയെക്കാളും ഈ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് റെജീന കസാൻഡ്രയാണ് കേട്ടോ. ഒരു സൈക്കോ ലെവലിൽ കക്ഷി അഭിനയിച്ചിട്ടുണ്ട്. തൃഷയ്ക്ക് ഒരു നോർമൽ ക്യാരക്ടർ തന്നെയാണ്, അവർക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇതിലില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് അവരതങ്ങനെ ചെയ്തിട്ടുമില്ല. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് മാത്രമേ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ റെജീന കസാൻഡ്രയ്ക്ക് അങ്ങനെയല്ല, സൈക്കോ ലെവലിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരത് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ്റെ കാര്യം, അർജുനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കക്ഷി ആക്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അങ്ങനത്തെ അർജുൻ എന്തിനാ ഇങ്ങനത്തെ സിനിമകൾ അഭിനയിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അദ്ദേഹം വില്ലൻ റോളിലാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോഴും ഒരു ഹീറോ ആയിട്ട് ഒരു സിനിമ വരികയാണെങ്കിൽ എല്ലാവരും ഈ 2 കൈയും നീട്ടി സ്വീകരിക്കും. കാരണം പണ്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് രജനി സാറുണ്ട്, കമൽ സാർ നവരസ നായകനായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആക്ഷൻ കിങ് അർജുൻ്റെ സിനിമ ഇറങ്ങുന്നു പറഞ്ഞാൽ അതൊരു ത്രില്ലിങ് തന്നെയാണ്. കാരണം ആക്ഷനൊക്കെ ഫാസ്റ്റ് പഞ്ചായിരിക്കും അങ്ങേരുടെ. നല്ല ആക്ഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻ ചെയ്യുന്നൊരു സ്റ്റാറാണ് ആക്ഷൻ കിങ് അർജുൻ സർജ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മൊത്തം വില്ലൻ റോളാണ് ചെയ്യുന്നത്. ലിയോയിൽ വില്ലനായി, ഇതിൽ വില്ലനായി, വിശാലിൻ്റെ ഒരു പടത്തിൽ. വിശാൽ ശരിക്ക് ആക്ഷൻ കിങ് അർജുൻ്റെ ശിഷ്യനാണ്. ആ ശിഷ്യൻ എന്ന നിലയ്ക്കാണ് അങ്ങേരെ ആക്ഷൻ ഹീറോ ആയിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷേ ഇവരുടെ എല്ലാ സിനിമയിലും ഇദ്ദേഹം വില്ലനായിട്ട് അഭിനയിക്കുന്നു. എന്തിന്?
കാരണം അദ്ദേഹത്തിന് ഹീറോ ആയിട്ട് അഭിനയിക്കാമല്ലോ. അപ്പോൾ ഈ സിനിമയിൽ വില്ലൻ റോളിൽ ഇദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സംസാരം തന്നെ എപ്പോഴും ഒരു സോഫ്റ്റ് ആയിരിക്കുമല്ലോ, ഭീകരമായിട്ടൊന്നും സംസാരിക്കില്ല. പക്ഷേ ആക്ഷനൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അതേപോലെ തന്നെ കിഡിലൻ സംഭവങ്ങൾ ഈ സിനിമയിലും ഉണ്ട്. അവസാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഞാൻ വിചാരിച്ചു ഇനി അവസാനമാകുമ്പോൾ വില്ലൻ റോളിൽ ഇരിക്കുന്നതുകൊണ്ട് ആകെ ഒന്നുമില്ലാതെ ആക്കി കളയുമെന്ന്. ഒന്നുമില്ലാതെ ആകാതെ അങ്ങേര് തന്നെ ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെ വില്ലൻ ആണെങ്കിലും അത് വലുതായി ബാധിക്കാത്ത പോലെ തോന്നി. അപ്പോൾ അർജുൻ്റെ ഭാഗവും ഓക്കെയാണ്. പിന്നെ മ്യൂസിക് ഗംഭീരമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആണെങ്കിൽ തന്നെയും ഭയങ്കര ഒച്ച വന്നിരുന്നു കേട്ടോ. അത് കുറച്ച് വെക്കാമായിരുന്നു എന്ന് തോന്നി. എന്നിരുന്നാലും കുഴപ്പമില്ല, ഈ സിനിമയ്ക്ക് പറ്റിയ മ്യൂസിക് തന്നെയാണ് അനിരുദ്ധ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കിഡിലൻ ആക്ഷൻ ആൻഡ് ത്രില്ലർ മൂവി തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളെ എനിക്ക് കുഴപ്പം തോന്നിയുള്ളൂ. ഒന്ന്, ഭാഷ മനസ്സിലാകുന്ന രീതിയിലാകണമായിരുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനവും അവസാനമായപ്പോൾ ഒരു വ്യക്തമായ രീതിയിൽ ആ പ്രണയം എത്തുകയും വേണമായിരുന്നു. എത്തുന്നൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് എത്തണമായിരുന്നു. അല്ലാതെ എനിക്ക് ഈ സിനിമയിൽ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അജിത്തും ഞാൻ പറഞ്ഞ പോലെ ആക്ഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേര് ആ ത്രില്ലിംഗ് ഭാവവും അതേപോലെ എല്ലാം തന്നെ ഒന്ന് ഇറങ്ങി ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പൊതുവെ വലിയ ഹീറോക്കളൊക്കെ അവർ ആദ്യം മുതൽ അവസാനം വരെയും ഭയങ്കര കിടില ആക്ഷനൊക്കെ അല്ലേ. അതല്ലാതെ ഈ കഥയ്ക്ക് അനുസരിച്ച രീതിയിൽ ആ ഒരു സിനിമയുടെ ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് ഭാഗം വരുന്നവരെ അദ്ദേഹം ഒന്ന് താഴ്ന്നു കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സൂര്യൻ ഉദിച്ച പോലെ ഉദിച്ചിട്ട് അവസാനം വരെ അങ്ങനെ തന്നെ ഉദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ത്രില്ലിങ്ങോടെയും ആക്ഷനും ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ കണ്ടിരിക്കാം, കുഴപ്പമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ മനസ്സിലാകാതെ സിനിമ കാണുന്നവർക്ക് ഒരുപക്ഷെ ഇത് അങ്ങനെ പോരാന്ന് തോന്നിയേക്കാം, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ ശരിക്കും മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഈ 2 ഫാൾട്ടുകളെ കണ്ടുള്ളൂ, ബാക്കിയെല്ലാം കിടിലനാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് വിടാമുയർച്ചി.